السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. സമാദരണീയനായ അധ്യക്ഷൻ, സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ KKS തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട സ്റ്റേജിൽ സന്നിഹിതരായ മൂസ ഹാജി, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംരംഭത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും നമ്മോട് ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാനത്ത് വ്യാപകമായി സുഹൃതങ്ങളുടെ സമുദ്ധാരണത്തിന് എന്ന പ്രമേയത്തിൽ ആശയ വിശദീകരണ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പുത്തനത്താണി മേഖല SKSSFന്റെ ആഭിമുഖ്യത്തിലാണ് മഹാനായ PP ഉസ്താദിന്റെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട നഗരിയിൽ എവിടെ നടക്കുന്നത്. സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറ മെമ്പറും സംസ്ഥാന SYSന്റെ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട PP മുഹമ്മദ് ഫൈലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിൽ അല്ലാഹു അദ്ദേഹത്തെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു സുദീർഘമായ പ്രസംഗം ഇവിടെ നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, വളരെ പ്രസക്തമായി ജാബിർ ഹുദവിയുടെ ഒരു പ്രസംഗം ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഏതാനും കാര്യങ്ങൾ അതിന്റെ മുന്നോടിയായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമീപകാലത്ത് നമ്മുടെ കേരളത്തിൽ പല മേഖലകളിലായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു വിവാദ കേശം കുറച്ച് വർഷങ്ങളായി നമ്മുടെ സ്റ്റേജുകളും പേജുകളും നിറഞ്ഞു നിൽക്കത്തക്ക രൂപത്തിൽ ചർച്ചകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പരിശുദ്ധമായ ശരീഅത്തിനെ കടന്നാക്രമിക്കത്തക്ക രൂപത്തിൽ ചില കേന്ദ്രങ്ങൾ
കഴിഞ്ഞ ഷാബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹിഡൻ അജണ്ടയായി സ്വീകരിച്ച ഏക സിവിൽ കോഡ് വാദികൾ വിവാഹപ്രായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെയും മുസ്ലിം സംഘടനകളെയും ഇകഴ്ത്തി കാണിക്കാൻ കുടില തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് SKSSFന്റെ സുഹൃതങ്ങളുടെ സമുദ്ധരണത്തിന് എന്ന പ്രമേയത്തിലെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രണ്ട് പ്രധാന അജണ്ടകളെ വെച്ചുകൊണ്ടാണ് SKSSFന്റെയും SYSന്റെയും സമസ്തയുടെയും ഒക്കെ സമ്മേളനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു പോകുന്നത്. സുഹൃതങ്ങളെ സമുദ്ധരിക്കുക എന്നത് അസംസ്കൃതങ്ങളായ അല്ലെങ്കിൽ കീടങ്ങളായ സംസ്കാരങ്ങളെ സമൂഹത്തിലേക്ക് ഛർദിക്കുന്ന ചില കേന്ദ്രങ്ങൾ, അത്തരം അവസ്ഥകളിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കാൻ വേണ്ടി കാലങ്ങളോളമായി നമ്മുടെ പ്രസ്ഥാനം അതിൻ്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. SYSന്റെ 60ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന ഉത്തമമായ ഇസ്ലാമിന്റെ സംസ്കൃതിയെ വിഭാവന ചെയ്തുകൊണ്ടാണ്. കേരളീയ മുസ്ലിം സമൂഹം പരിശുദ്ധമായ ഇസ്ലാം മതത്തെ പരിചയപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കത്തോടുകൂടിയാണ്. അത്ര വലിയ പഴക്കത്തോടുകൂടിയുള്ള ഒരു സംസ്കാരം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാം ദീൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ വരികയും അതിൻ്റെതായ ഇസ്ലാമിക പ്രഭയോടുകൂടി 15 നൂറ്റാണ്ട് കാലമായി നമ്മുടെ കേരളത്തിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം കേരളത്തിൽ വന്ന കാലഘട്ടം ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെയാണ് എന്നത് ചരിത്രം നമ്മുടെ മുമ്പിൽ വസ്തുതാപരമായി വിശദീകരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ തനിമ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ 8.5 പതിറ്റാണ്ട് കാലം കേരളത്തിൽ പ്രവർത്തിച്ചത്. എട്ടര പതിറ്റാണ്ട് കേരളത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ച സമസ്തക്ക് ഒരു നിമിഷം പോലും അതിൻ്റെ നിലപാടുകളിൽ നിന്ന് ആശയത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ കേരളത്തിൽ കടന്നു വന്ന എല്ലാ ബിദ്ഈ സംഘടനകളും ഓരോ കാലഘട്ടം വരുംതോറും അവരുടെ അജണ്ട വ്യത്യസ്തമായ രൂപത്തിൽ സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് തലകീഴായി മറിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് തൗഹീദിനും ഇസ്ലാമിക വിരുദ്ധമായ ശിർക്കിനും അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഇബാദത്തിനും പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തിയതാണ് സലഫി എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാബി സംഘടനകൾ അനുവർത്തിച്ചു വന്ന നാളിതുവരെയുള്ള നിലപാട്. ആ നിലപാട് സമസ്ത സ്വീകരിച്ചിട്ടില്ല. സമസ്ത ഒന്നിനും സ്വന്തമായ ആശയത്തെയോ നിർവചനത്തെയോ നൽകിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നിലപാടിന് അനുയോജ്യമായ രൂപത്തിൽ ഇബാദത്തിനും തൗഹീദിനും ശിർക്കിനും ഓരോരോ ഘട്ടത്തിൽ പുതിയ പുതിയ നിർവചനങ്ങൾ നൽകി അവസാനം അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വ്യതിചലിക്കേണ്ടി വന്ന ദൗർഭാഗ്യകരമായ ആശയ വ്യതിയാനം നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഏതൊന്നാണോ 15 നൂറ്റാണ്ട് അപ്പുറത്ത് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചത് അത് തന്നെയാണ് സമസ്തയും പ്രചരിപ്പിച്ചത്. സമസ്ത തൗഹീദിന് സ്വന്തമായ ആശയം ഉണ്ടാക്കിയിട്ടില്ല. സമസ്ത ശിർക്കിന് സ്വന്തമായ നിർവചനം കൊടുത്തിട്ടില്ല. സമസ്ത ഇബാദത്തിന് സ്വന്തമായ ആശയത്തെ ശാംശീകരിച്ചിട്ടില്ല. പരമ്പരാഗതമായി വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ആശയം ഏതാണോ അതാണ് സമസ്ത പ്രചരിപ്പിച്ചത്. സമസ്തക്ക് സ്വന്തം ഒരാശയം ഇല്ല.
സമസ്തയുടെ ആശയം ഏതാണെന്ന് ചോദിച്ചാൽ